മീനാക്ഷി, മിന്നൂന്ന് വിളിക്കുന്നതാ. മിന്നൂന്ന് വിളിച്ചോളാന്നാ അപ്പു പറഞ്ഞ്. എത്ര വയസ്സായി? 16. ഏതുവരെ പഠിച്ചു? പ്രീ ഡിഗ്രി ഇടയ്ക്ക് നിർത്തിയതാ. ഗോപനെ എങ്ങനെ അറിയാം? അറിയില്ല, ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാ എടുത്തത്. അപ്പു 4th സ്റ്റാൻഡേർഡില്ല. ഇടയ്ക്കൊക്കെ അവൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. ഒരു ട്യൂഷൻ പോലെ. ഓ, പപ്പായുടെ ഇഷ്ടം. അപ്പുവിന് ലേശം വികൃതിയുണ്ട്. വികൃതിയല്ല, ഒരുതരം ബോറടിയാ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഓ, എന്നെ നോക്കാനല്ല വന്നിരിക്കുന്നത്, അപ്പുവിനെയാ. മനസ്സിലായോ? ഓ, അതൊക്കെ അങ്ങോട്ട് കൊടു. പോയി വാങ്ങിക്കടോ. വായിട്ട് നോക്കി നിൽക്കാതെ. അവൻ എന്തൊരു മുഴുക്കാളയാടും. ഒന്ന് പതുക്കെ പറഞ്ഞാട്ടെ, മനുഷ്യന് വല്ലതും കേൾക്കൂലോ. 40 ദിവസത്തെ അവധിയുണ്ട് അപ്പുവിന്. അത് 40 മണിക്കൂർ പോലെ കടന്നു പോകണം. അത്ര സന്തോഷവാനായിരിക്കണം അവൻ. ഓ, ഒരു 3-4 ദിവസം മീനാക്ഷിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും. എല്ലാം ശരിയായെങ്കിലേ ഇവിടെ നിർത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിടും. ഓ, വല്ല പാത്രം കഴുകലോ, തുണി അലക്കലോ, മിറ്റം അടിക്കലോ. ഓ ഓ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണം. വൈകിട്ട് 6 മണി വരെ ഇവിടെ ഉണ്ടാവണം. അത് വേണ്ട പപ്പ. ഞാൻ ഇവിടെ തന്നെ നിന്ന് ജോലി എടുത്തോളാം. രാത്രിയും പകലും ഒക്കെ. ബാഗും ഉടുപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വന്ന്. ആ ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ. താങ്ക് യു. ഓ ഞാൻ അവളെന്തിനാണ് എന്നെ പപ്പാ പപ്പ എന്ന് വിളിക്കുന്നത്? ഞാൻ അവളുടെ തന്തയാണോ? അല്ല അല്ല. എന്ന് പറഞ്ഞ മേലാൽ അങ്ങനെ വിളിക്കരുതെന്ന്. ഉവ്വ, ഉവ്വ. പണിക്കരേട്ടാ, ഈ അപ്പു പറയാ അപ്പുനെ നേരെയാക്കും മുമ്പ് പണിക്കരേട്ടനെയാ നേരെയാക്കണ്ടെന്ന്. ശരിയാണോ? ആരാ 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 പറഞ്ഞേ? ഈ ഈ ഈ അപ്പു. എന്റെ മീനാക്ഷി, ആ കൊച്ചനെ അത് വെടിമരുന്ന. ആരെങ്കിലും ഒന്ന് ചോട്ടിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ കാത്തിരിക്കുക, പൊട്ടിത്തെറിക്കാം. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, സൂക്ഷിച്ചോ. തീപ്പെട്ടി വരച്ച പൊട്ടുമല്ലേ? ആ പൊട്ടും പൊട്ടും പൊട്ടും. ആ പിന്നെ പപ്പാന്ന് വിളിക്കരുത്. എന്തുവാ? പപ്പാന്ന് വിളിക്കരുതെന്ന് പറയാൻ പറഞ്ഞു മോളീന്ന്. എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടവാ. അങ്ങനെയൊക്കെ. ഈ വണ്ടി അധികാലം മുമ്പോട്ട് പോകും തോന്നുന്നില്ല. 3-4 ദിവസം ഒന്നും വേണ്ട, ചിലപ്പോ നാളെ തന്നെ പറഞ്ഞു വിട്ടുന്ന് വരും. ഞാൻ വരട്ടെ? എന്റെ തമ്പുരാനെ, ഈ പണിക്കരെ പോലുള്ള ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും കുഞ്ഞാടായ അപ്പുവിനെ കാത്തുകൊള്ളണേ. ആമേൻ. ഓ, വല്ലാത്ത വീടും വല്ലാത്ത മനുഷ്യരും. ഇതിനിടെ കിടക്കുന്ന അപ്പുമോന്റെ ഒരു ദുർവിധിയെ. ഊതുക? അല്ല, പപ്പ പറയാ അപ്പുമോൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിക്കണമെന്ന്. എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും. ബോറ്. പിന്നെന്താ പറ്റുക? നമുക്കടിച്ച് പൊളിക്കാം അപ്പു. ചുമ്മാ കറങ്ങി നടക്കാം. എന്നിട്ട് 40 ദിവസങ്ങൾ 40 സെക്കൻഡ് വരെ സാപ്പിട്ട് കളയാം. പോകാൻ പുറത്ത് അടിച്ചു പൊളിക്കാൻ. അപ്പുവിനെ കൊണ്ടുപോയി തലതോർത്ത് കിടത്താൻ നോക്കും. വെയിലെന്നില്ല മഴയെന്നില്ലാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. വാ ഇവിടെ. നിന്നോട് പോകാൻ പറഞ്ഞില്ല. എവിടെ പോയിരുന്നത് വരെ? എന്താ ഇത്ര താമസിച്ചത്? ചോദിച്ചു കേട്ടില്ലേ?
അപ്പൂന് സർക്കസ് കാണാൻ പോണെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നപ്പോ മഴ പെയ്തു. ഒരിടത്ത് കയറിയുന്ന ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ പപ്പ വഴക്ക് പറയുന്ന പേടിച്ച് പപ്പാന്ന് വിളിക്കരുത്. ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ അപ്പൂന്റെ പപ്പ വഴക്ക് പറയുന്ന പേടിച്ച് മഴ നനഞ്ഞു വന്നപ്പോ താമസിച്ചു പോയി. അധികം വെള്ളത്തിലെടുക്കരുത്, അധികം അഭിനയിക്കുകയും ചെയ്യരുത്. മറ്റുള്ളവരൊക്കെ വിട്ടികളാണോ ധരിച്ചിരിക്കുന്നത്? നിന്നെ ഇവിടെ വിളിച്ചു വേണ്ട. സാർ, എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തതല്ല. പിന്നെ ഈ കാണിച്ചതൊക്കെയോ? കൊച്ചിനൊരു കമ്പനിക്ക് വേണ്ടി നിൽക്കാൻ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഒരിടത്ത് ജോലിക്ക് നിന്ന് പാലിക്കേണ്ട ചില അന്തസ്സുകളുണ്ട്, ചില മര്യാദകളുണ്ട്. അതൊക്കെ ആദ്യം പഠിക്കണം. രാത്രി 8 മണിക്ക് സാരി നേരിട്. വന്ന അന്ന് മുതലേ മീനാക്ഷിയുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടമായിട്ടില്ല. ആരെ കാണിക്കാനായി ഓവർ സ്മാർട്ട്നെസ്സും തന്നിടം ഒക്കെ? ഞാൻ അന്നേ പറഞ്ഞതാ ഈ വണ്ടി അധികകാലം ഓടൂല എന്ന്. തന്നോട് വലുതും ചോദിച്ചോളൂ. എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞാ ജോലിക്ക് കയറിയത്? 16. സത്യത്തിൽ എത്രയുണ്ട്? 20 21? 22. പിന്നെന്തിനാ കള്ളം പറഞ്ഞത്? 16 വയസ്സുള്ളവർക്കേ ജോലിയുള്ളൂ എന്നറിഞ്ഞപ്പോ അമ്മയെ പറഞ്ഞത്. അത്രയൊക്കെ പറഞ്ഞാ മതി, അത്രയൊക്കെ തോന്നുള്ളൂന്ന്. കുറെ കാലമായി അമ്മയുടെ ആശ എനിക്കൊരു ജോലി കിട്ടണമെന്ന്. അതുകൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത്. പിന്നെ ഇന്റർവ്യൂവിന് ഗോവിൻ ഡോക്ടർ പറഞ്ഞു, കുറച്ച് ബഹളം ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണിച്ചാലേ പപ്പയ്ക്കല്ല ബാലുസാറിന് ഇഷ്ടാവൂന്ന്. അത് കഴിഞ്ഞ് അപ്പുവിന്റെ കൂടെ കൂടിയപ്പോ 40 ദിവസം 40 മണിക്കൂറായിട്ട് പോണെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, അങ്ങ് പിരിഞ്ഞു പോയാ മതി. പപ്പ സാർ, ഇപ്പൊ തന്നെ ആരെങ്കിലും കുട്ടി ഒന്ന് പറഞ്ഞു വിട്ടേക്ക്. ഇത്ര ലൂസാണെന്നാ തോന്നുന്നത്. ഈ രാത്രി എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. എനിക്ക് ഒരു അവസരം കൊടുത്താ. എനിക്കിപ്പോ സാറിന് മനസ്സിലായി, അപ്പൂനെ മനസ്സിലായി, ഈ വീട് മനസ്സിലായി. ആർക്കും ഒരു പരാതി ഞാൻ ഉണ്ടാക്കില്ല. ഒരു കുഴപ്പം എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. ഒരു അവസരം കൂടി തന്ന് എന്നെ സഹായിക്കൂ പ്ലീസ്. എന്നെ സാറ് ജോലിന്ന് പറഞ്ഞു വിട്ട എന്റെ അമ്മയ്ക്ക് അത് താങ്ങാനാവില്ല. ഞങ്ങൾ പാവങ്ങളാ സാർ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന് കരയുന്നത് എന്തിനാ? കാര്യം പറഞ്ഞാൽ മതിയല്ലോ. കരഞ്ഞടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കരയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടുമില്ല. പണിക്കരെ, എന്തോ ഈ കുട്ടി 2-3 ദിവസം കൂടെ ഇവിടെ നിന്ന് നോക്കട്ടെ. എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താൻ എന്നോട് പറഞ്ഞാൽ മതി. ശരി. ആ പോട്ടെ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? ആശ്വസിക്കൂ, ആശ്വസിക്കൂ, ആശ്വസിക്കൂ. ഇനിയാ ശരിക്കും ശരിക്കും വെടിമരുന്നിന്റെ ചോട്ടിന്ന് തീപ്പെട്ടി ഉരയ്ക്കാൻ പോണത്. എടാ അപ്പു. എടാന്നോ? എന്താ? ആ പോട്ടെ. എടാ അപ്പു, എന്തോ? അയാൾ ശരിയല്ലല്ലോടാ. ആര്, പണിക്കരോ? അല്ലടാ, നിന്റെ പപ്പ. അതിപ്പോഴാണോ അറിയുന്നത്? 100 തരവാ. എന്നെ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിടും. എന്റെ വേലയും പടയണയൊന്നും അങ്ങേരടുത്ത് നടക്കില്ല. അതുകൊണ്ട് അങ്ങേരുടെ വെളച്ചിൽ എന്റെ അടുത്ത് നടക്കാൻ പാടില്ല. നീ ഒരു പേപ്പറും പേനയും എടുത്തേ. എന്തിനാ? അങ്ങേരെ വീഴിക്കാൻ കണ്ണീരിന് മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞുതരാം. നീ ഒരു എഴുത്തെഴുതി വെച്ചോ. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുമ്പം നീ കണ്ണീരോട് ആ എഴുത്തങ്ങ് കൊടുത്തിട്ട് പറയണം, മിന്നുവിനെ പറഞ്ഞു വിടല്ലേന്ന്. എഴുത്തൊക്കെ എഴുതിയാ എനിക്കെന്തോന്ന് തരും? ഉടനെ തന്നെ സ്പീഡ് ബോട്ടിലൊന്ന് ചുറ്റാൻ കൊണ്ടുപോവാം. എന്നാ റെഡി, പറഞ്ഞോ. പ്രിയപ്പെട്ട എന്റെ പപ്പ. പ്രിയപ്പെട്ട എന്റെ പപ്പ. ഈ ലോകത്തില് എനിക്ക് പപ്പ മാത്രമല്ലേ ഉള്ളൂ. പപ്പ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും എനിക്ക് മാത്രമല്ലേ അറിയൂ.
ആരെന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മാത്രമാണെന്ന് എനിക്കറിയാം. ഇനി എത്ര ജന്മങ്ങൾ പിറക്കേണ്ടി വന്നാലും പപ്പയുടെ മകനായി പിറക്കണമെന്ന് മാത്രമാണ് എന്റെ ആശ. ആ ലെവല് വരെയൊക്കെ പോണോ? കിടക്കട്ടടാ, വീണ വീഴട്ടെ. നീ എഴുതിക്കോ. എന്നെക്കാളും മറ്റാരെക്കാളും എനിക്കിഷ്ടം പപ്പയാണ്. ഐ ലവ് യു പപ്പ, ഐ ലവ് യു. എന്നുമെന്നും പപ്പയുടെ സ്വന്തം അപ്പൂസ്. എങ്ങനെയുണ്ട്? കൊള്ളാം, വീഴും. ഒരു എഴുത്തുണ്ട്. ആരുടെ? മിനിസ്റ്റർ നേരിട്ട് കൊടുത്തയച്ചതാ. ഏത് മിനിസ്റ്റർ? ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ രുദ്രനെ തിരിച്ച് ജോലിക്ക് എടുക്കണമെന്ന് ശക്തമായ ഭാഷയിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് സാർ. രുദ്രനെ തിരിച്ച് ജോലിക്ക് എടുക്കില്ല. സാർ അങ്ങനെ പറയുള്ളൂന്നറിയാം. മിനിസ്റ്റർ അല്പം വാശിയില്ല. ഈ വർഷത്തെ എക്സ്പോർട്ട് ഓർഡർ മുഴുവൻ മീറ്റ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലൈക്കുള്ള ഗവൺമെന്റ് കോട്ട. എന്തൊക്കെ സംഭവിച്ചാലും രുദ്രനെ ഇവിടെ ജോലിക്ക് എടുക്കില്ല. ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഓഫീസിൽ നിന്നും ചില കടലാസുകളൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ യൂണിയൻകാരുടെ. ഇവിടത്തെ മിനിസ്റ്റർമാര് മുഴുവൻ പറഞ്ഞാലും യൂണിയനുകൾ എല്ലാം ഇടപെട്ടാലും രുദ്രൻ ഇനി ഈ ഫാക്ടറി വർക്ക് ചെയ്യില്ല. ഈ ഫാക്ടറി നിന്ന് വലിച്ചേരി. സാർ കമ്പനിക്ക് വേണ്ടിയാണ്, വെറുതെ വാശി പിടിച്ച്. ഇതിൽ വാശിയുടെയും വൈരാഗ്യത്തിന്റെ ഒന്നും പ്രശ്നമില്ല. പ്രിൻസിപ്പിളാണ്. ഈ നടുമുറ്റത്ത് വെച്ച് ഒരുത്തനെ കുത്തിക്കൊല്ലുക, കുറെ കാലം ജയിലിൽ കിടന്നിട്ട് പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരിക, അവൻ കുറ്റവാളിയാണെന്ന് ഞാനും നിങ്ങളും ഇവിടുള്ള മറ്റുള്ളവരും വിശ്വസിക്കുന്നിടത്തോളം കാലം അവനെ ഞാൻ ഇതിനകത്ത് കയറ്റുകയല്ല. തീർച്ച നിർത്തിയേര്. ഇത് ഇവിടെ വെച്ച് നിർത്തിയേര്. ആ മന്ത്രിയുടെ കത്ത് വലിച്ചേറി 2 കുത്തും പറയാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് തന്നെ അയച്ചു കൊടുത്തത്. ഒരു വല്ലാത്ത പ്രകൃത അപ്പുവിന്റെ പപ്പയ്ക്ക്. എപ്പോഴെപ്പോഴും ദേഷ്യ. എങ്ങനെ താങ്ങി അപ്പുവിന്റെ മമ്മി ഇതൊക്കെ? അപ്പുവിന് ഓർമ്മയുണ്ടോ മമ്മിയെ? ഞാൻ എപ്പോഴും കാണുമല്ലോ മമ്മിയെ. മിന്നുവിനെ കാണണോ? എങ്ങനെ കാണാനാ? വീഡിയോയിലുണ്ട്, ഒരുപാടുണ്ട്. മമ്മി എന്നെ കുളിപ്പിക്കുന്നതും ഉടുപ്പിടിക്കുന്നതും ഞാൻ മമ്മിയുടെ കൂടെ കിടന്നുറങ്ങുന്നതും ഒക്കെ ഉണ്ട്. പിന്നെ ഓഡിയോ കാസറ്റ് ഇല്ലേ, അതിനകത്ത് മമ്മി പാടാറുള്ള പാട്ടുകളും ഉണ്ട്. എനിക്കെല്ലാം കാണണം അപ്പു. എനിക്കെല്ലാം അറിയണം. വാ.